പണിമുടക്കൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുക? പണിമുടക്ക് എന്താ 100-500 കോടി ഉറുപ്പ്യാണ്ടി പോയി, സാധാരണക്കാർക്ക് വലിച്ചു പോയി. വേറെന്താ ഇതിങ്ങനെ നടത്തുമ്പോൾ കേന്ദ്രത്തിൽ ഇങ്ങനെ പണിമുടക്കുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടും, നമുക്ക് എന്തിട്ടും ഇവിടെ പണി പോയി, നമ്മളെ വടിയോ. അതുകൊണ്ട് എന്തൊക്കെ നേട്ടം എന്നുള്ളത് ആരും പറയില്ല, നേതാക്കന്മാരാരും പറയില്ല. അവിടെ എങ്ങനെയാണ് അതേപ്പെട്ട ഈ വെയിലാണ് കണക്കിനാണ് അങ്ങനെയൊക്കെ ഓരോ കഥകൾ. മനുഷ്യൻ നന്നാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കൊല്ലാൻ. ഇപ്പം ഇതേപോലെ നമ്മളെ നാട്ടിലൊരു ഗഫൂർ വെള്ള ഒരു ഗഫൂറുണ്ട്. അതിൻ്റെ പണി ഇതൊക്കെ ന്യൂസ് ചെയ്തിട്ട് പലവർക്കും വിട്ടുകൊടുക്കണം. അങ്ങനെ ഒരു ക്രൈമിൽ ഓഫീസർ നമ്മളെ പെരിയിലെത്തി എന്താ അവനെ പിടിക്കിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ 2 വട്ടമായി പോലീസ് തെരഞ്ഞു തന്നെ വരാം, അവനെ പിടിക്കണം തന്നെ. വെളിയിട്ട് പല തന്ത്രങ്ങളും പല വളവുകളും ഉണ്ട്. തിരൂരിൻ്റെ ഉണ്ട മുഴുവൻ എൻ്റെ കയ്യിലാന്നാ. തിരൂരിൻ്റെ അവസ്ഥകൾ അറിയുന്ന ആൾക്കാരാണുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥകൾ, പൂർവികരായ ആളുകൾ, പൂർവിക ടൗണ്, ഇവിടം വരെ ആ അപ്പുറത്തേക്കുള്ള വരെ തന്നെ ടൗൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടാപ്പെടുത്തോടുകൂടി ഇങ്ങോട്ടെത്തി, പിന്നെ ടൗൺ അങ്ങോട്ട് പറഞ്ഞു ആ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു സഞ്ചിൻ്റെയത്ത് പ്ലാന്റിലായിട്ട് ഈ കാണ്ടി ചാടിക്കാണ്ടില്ലെങ്കിൽ വണ്ടി അടിക്കട്ടി എന്നവരാണ്. ഞാനവിടെ പ്ലാന്റിലുള്ള സമയത്ത് കുറേ സംഭവങ്ങൾ ഇന്നലെ ഞാൻ ഒരു ആളോട് പറഞ്ഞു. തിരൂരിൻ്റെ അവസ്ഥ ഒരു 50 കൊല്ലത്തെ ചരിത്രം ഞാൻ പറഞ്ഞു. എനിക്ക് ക്ലാസ് തരണം, ഇവിടെ ആരൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം, ഞാൻ പഠിച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ള പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ നമ്മളറിയാം. അങ്ങനെയൊക്കെയാണെന്ന് പറയാം. തിരൂരിൽ നടക്കുന്ന ഓരോ ചരിത്രങ്ങൾ പൂർത്തിയാക്കന്മാരെ ചരിത്രത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പുരാതന വെറ്റില കച്ചവടമാണ് ഇവിടെ വന്നത്. നമ്മളവിടെ ഇരിങ്ങാവൂര്, വാണിയന്നൂര്, കൈപ്പഞ്ചേരി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ്. അടക്ക അവിടെ വന്നിയ സാധനങ്ങളാണ്. അതിൻ്റെ പഴയ ചന്ത, പഴയ ചന്തയുള്ള സമയത്ത് എല്ലാവരും അവിടെ വരിക. പിന്നെ ഇവിടെ നടക്കുന്ന അൽബിയാക്കാൻ്റെ വാപ്പ ഇവരൊക്കെ പിന്നെ വാഴൻ്റെ ഇതുണ്ടല്ലോ അടിഭാഗം, കന്ന് ലോഡ് കണക്കിൽ വരും, പൂള വരും, കണ്ടമാനം മജീദ്, നമ്മുടെ മാർബിൾലാൻഡ് മജീദ് പൂളക്കച്ചവടം അവരൊപ്പം പൂളക്കച്ചവടം. പൂള മജീദ് വെച്ച് പൂളക്കച്ചവടത്തിൽ വലുതായവരാണ്. കുളിക്കലുള്ള ചില ആളുകൾ, ഇവർ വേറെ മങ്ങാട്ടുകാർ, ഇവരൊക്കെ ഈ തിരുവനന്തപുരത്തെ ശില്പികൾ പൂളക്കച്ചവടക്കാരാണ്. മൂത്താപ്പാൻ്റെ പീടിയിൽ എത്തിയിട്ടാണ് ഇതൊക്കെ ഇതാക്കുക. മൂത്താപ്പൊന്നും കൊടുക്കുക. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു തിരൂര്, ഈ വളാഞ്ചേരി, കുറ്റിപ്പുറം, ചമ്പ്രവട്ടം, താനൂര് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കത്തെടുക്കാൻ പറ്റും മൂത്താപ്പാൻ്റെ എടുക്കുക. അപ്പം അക്കാലത്ത് മൂത്താപ്പാക്ക് ഇംഗ്ലീഷ് നല്ല, മറ്റേ ഇംഗ്ലീഷും പറയും, ഈ ഇംഗ്ലീഷും പറയും. അങ്ങനെ കത്ത് വന്നിട്ട് ബർമ്മൻ്റെ ചരിത്രം, ബർമ്മീന് കത്ത് വരുമ്പോൾ എനിക്ക് 4 വയസ്സ്. അപ്പം പീടിയിൽ അങ്ങനെ കൊടുത്തിട്ടു. മൂത്താപ്പാനെ മീന് പേഴ്സ് മിഠായി ഉണ്ടാക്കി അത് പതുക്കെ വാരിങ്ങാണ്ട് പോക്കറ്റ് പോണ സമയത്ത് ഇന്നെ കൊണ്ടുപോകുമ്പോൾ പറയും ഇവിടെ വാ, മുഴുവൻ വേണ്ട ഒന്നിട്ടാൻ വേണ്ടി. അന്നൊരു കാലം പേഴ്സ്, അന്നത്തെ പേഴ്സ് ഇല്ല. അന്ന് അവിടെ വരാത്ത പ്രമാണിമാരാരും പല യാതി രണ്ടാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകളുണ്ട് വെറ്റില. അത് അന്നൊക്കെ കൊണ്ടായിട്ട് അക്കാലത്തിന് 500, 600, 2000, ഇപ്പം 3000, 4000 റുപ്യ ഉണ്ട് ഒരു കുട്ട. എൻ്റെ പാവ എൻ്റെ അമ്മനാടി ഇരിങ്ങാവൂരാണ്, തമ്പത്തെന്ന് പറയും. എൻ്റെ പാവ റെയിൽവേ ഉദ്യോഗസ്ഥനെ ഉമ്മാൻ്റെപ്പ. അങ്ങനെ റെയിൽവേ ഗാർഡ് അടിക്കണ പണി നല്ല കാര്യമില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ ഒരു ചെറുപ്പത്തിൽ ചോദിക്കണേ, അല്ല പാവ ഇതെന്താ നിങ്ങൾക്ക് എന്താ പണി? പാവം ഇല്ല, വിചാരിക്കാത്ത പ്രകടനമാണ്. അതൊരു പണിയാണ്. മുമ്പ് തിരുവനന്തപുരം ഇങ്ങനെ കാട് പിടിച്ച് വരുന്നു, ആൾക്കാർക്ക് വിട്ടാൽ മതി. പിന്നെയാണ് നമ്മൾ ബുദ്ധി ഉറച്ചിൻ്റെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടപ്പോഴേ ഗാർഡ് അടിക്കുന്ന ആളാണ്.